നമ്മളെ വയ്യാത്ത കോഴിക്ക് എന്തായിന്ന് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 ആഴ്ചത്തോളമായിട്ട് ആ പെടക്കോഴിക്ക് വയ്യാതായിട്ട് ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്, എന്ത് മരുന്നൊക്കെയാണ് കൊടുത്തത്, എങ്ങനെയൊക്കെയാണ് നോക്കിയെന്നുള്ളതൊക്കെ പറയുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് അതിനെ വലുതാക്കി ഒരു 7 മാസമായി, അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കിയൊക്കെ ശേഷം അതിന് വയ്യായ്ക വരുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും. അതുവരെ അസുഖമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആരോഗ്യത്തോട് വളർന്ന ഒരു കോഴിയാണ്. അന്നേരം വലുതായി നമുക്കൊരു ചെറിയ കുഞ്ഞു കോഴിനെ വലിയ കോഴിയാക്കാനാണ് വലിയ പാടാണ്. എന്നിട്ട് നമ്മളെ കൈ കിട്ടിയെന്നുള്ള അവസ്ഥയിൽ വയ്യായ്ക വരുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ഏത് സ്റ്റേജിൽ വയ്യായ്ക വന്നാലും വിഷമം തന്നെയാണ്. പക്ഷേ ഈ വലിയ കോഴി, പ്രത്യേകിച്ച് പെടക്കോഴിയാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴിക്ക് വയ്യായ്ക വന്ന ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ലാത്ത നല്ല അടിപൊളി പെടക്കോഴിയേനി. അപ്പോൾ അത് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കിയതിൻ്റെ ശേഷം അതിങ്ങനെ കണ്ണടക്കുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ച് തുറന്ന് കളിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിനെന്തോ ഒരു ക്ഷീണം വരുന്നുണ്ടെന്ന് എല്ലാവരും പറഞ്ഞ് കമൻറ്റിലൊക്കെ പറഞ്ഞ് പനിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അവൻ ഞാൻ തൊട്ടോക്കിയപ്പോൾ പനിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഈ കണ്ണടച്ച് തുറന്ന് കളിച്ച കോഴീനെ ഞാൻ മാറ്റിയിട്ട് എന്തോ വയ്യായ്ക ഉണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയപ്പോൾ തന്നെ പിന്നെയാണ് അതിൻ്റെ കാല് പെട്ടെന്ന് തളർന്നു പോയത് കേട്ടോ. അപ്പോൾ ഇത് കാല് തളർച്ചയാണോ എന്ന് എനിക്ക് അതും സംശയമായി. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് മരുന്ന് വാങ്ങിക്കൊടുത്ത്, കാല് തളർച്ചയ്ക്ക് ബി കോംപ്ലക്സിൻ്റെ ഗുളിക എന്തോ അതിന് അന്ന് കൊടുത്തത്, ആ ഗുളികയൊക്കെ കൊടുത്ത് എന്നിട്ടൊന്നും ഈ കോഴിക്ക് യാതൊരു ആക്കുമില്ല കേട്ടോ. അങ്ങനെ ആ മൾട്ടി വിറ്റമിൻ സിറപ്പ് കൊടുത്തു നോക്കി, എന്നിട്ടും യാതൊരു ആക്കുമില്ല. അപ്പോൾ കോഴി ഫുള്ള് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേനി, ഇത്ര പോലും നിന്നിട്ടില്ലേനി കോഴി. അപ്പോൾ ഞാൻ ഫുള്ള് ഹാൻഡ് ഫീഡ് ചെയ്യാണ്. കോഴിക്ക് നിൽക്കാൻ പറ്റാനുള്ള അവസ്ഥ നമ്മൾ ഷോർട്സിൽ ഈ കോഴിൻ്റെ 2-3 വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ കയ്യിലെടുത്തിട്ട് 2-3 നേരം രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തീറ്റ കൊടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ വായിൽ കൊടുക്കലേനി. അങ്ങനെ ആ മരുന്നുകൊണ്ട് ഒരാക്കൂല. അങ്ങനെ മൃഗാശുപത്രിയിൽ പോയി. ഞങ്ങൾ 2 പ്രാവശ്യം മൃഗാശുപത്രിയിൽ പോയിട്ടും ഡോക്ടറെ കാണാൻ പറ്റിയില്ല. ഒരു ദിവസം ചെന്നപ്പോൾ ഡോക്ടർ ലീവിലേനി, വേറൊരു ദിവസം ചെന്നപ്പോൾ ഡോക്ടർ എവിടെയോ പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോന്ന്. അങ്ങനെയാണ് പിന്നെ 2 മരുന്നും കൊടുക്കാൻ കഴിഞ്ഞത്. പിന്നെ അവസാനം മത്തായി ഡോക്ടർ നമുക്ക് കുറേ മുന്നേ ഒരു പൂവന് കിടന്നു പോയിട്ട് ഒരു ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂൾ തന്നിട്ടുണ്ടേനി. പിന്നെ ഞാൻ ആ മരുന്ന് തന്നെ വാങ്ങി കൊണ്ടുവന്ന് ഡോക്സിസൈക്ലിൻ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം കൊടുത്ത്, 6 ദിവസം കൊടുത്ത്. പിന്നെ പച്ചപ്പുല്ല് നല്ലോണം അരിഞ്ഞു കൊടുത്ത് കുറേശ്ശെ നിൽക്കുന്നുണ്ട് കോഴി. അവസ്ഥ ലേശം മാറ്റമുണ്ട്, പറ്റ കിടന്നുമില്ല, ലേശം നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, കാലിനൊരു ബലമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇവിടെ നമുക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു മുട്ടയെങ്കിലും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുട്ടയിടണം കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇത്ര നല്ല കോഴിക്കാണല്ലോ വയ്യാതായത്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നേരാക്കണം എന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഉണ്ടേനും. പിന്നെ നമ്മൾ വത്തക്കയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടല്ലേ, അപ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി കൂടിൻ്റെ മേലൊക്കെ നനച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ച് കമ്പിക്കൂട്ടിൽ തന്നെ ഇട്ടിട്ടാണോ വിചാരിച്ചിട്ട് മണ്ണിലൊന്ന് ഇറക്കി നോക്കി. മണ്ണിൽ നെറ്റുകൂട്ടിൽ പൂവന്മാരിങ്ങനെ വട്ടമിട്ട് വറക്കുക കേട്ടോ. പൂവന്മാർക്ക് ഓളെ കിട്ടാഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ പിന്നെ മണ്ണിലൊന്ന് ഇറങ്ങിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെയും കുറേ ഇട്ട് നോക്കിയിട്ടുണ്ട്. മരക്കൂട്ടിലേക്ക് മാറ്റി ഇട്ട് നോക്കിയിട്ടുണ്ട്, കമ്പിക്കൂട്ടിലേക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട്. പല ട്രീറ്റ്മെൻറ്റും പല ഇതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം പിന്നെ എനിക്ക് കാൽഷ്യത്തിൻ്റെ കുറവാണോ എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ കാൽഷ്യം മരുന്ന് അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹാൻഡ് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 3 നേരം ഹാൻഡ് ഫീഡ് നല്ലോണം ഭക്ഷണം കൊടുക്കണം, എന്നാലേ കോഴിക്കൊരു ആരോഗ്യം ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ്, ഇത് കൊത്തി തിന്നുകയാണെങ്കിൽ എത്രയും നല്ലതാണ് അതിന്. ആ കാലിലോണ്ട് വയ്യാതെ തന്നെ നിൽക്കാം. അപ്പോൾ കുറേശ്ശെ നിൽക്കൽ തുടങ്ങിയാൽ ചെറുതായിട്ട് കൊത്തി തിന്നൽ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ തീറ്റ വെച്ച് കൊടുക്കല കേട്ടോ. ഇപ്പം ഞാൻ ഹാൻഡ് ഫീഡൊന്നും ചെയ്യലില്ല, ഇങ്ങനെ വെച്ച് കൊടുക്കൽ തന്നെയാണ് തീറ്റകൾ കേട്ടോ. ശരിക്കും ആൻറ്റിബയോട്ടിക് 5 ദിവസമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ചില ആൻറ്റിബയോട്ടിക് 7 ദിവസം കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമ്മൾ 5 ദിവസം കൊടുത്തിട്ട് നമുക്ക് ചെറിയ ആക്കം വലിയ ആക്കം പറയാനില്ല, അതുകൊണ്ട് നമ്മൾ 7 ദിവസം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 7 ദിവസം തന്നെ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കമ്പിക്കൂട്ടിലേക്ക് മാറ്റിയിടും, പകൽ ഇതിലേക്ക് ഇടും, ചിലപ്പം ചെറിയ കമ്പിക്കൂട്ടിലേക്ക് ഇടും, ചിലപ്പം മുറ്റത്ത് മറ്റേ മരക്കൂട്ടിലേക്ക് ഇടും. ഒക്കെ മാറി മാറി പല സ്ഥലത്തായിട്ട് ഇട്ടിട്ടും പല മരുന്നുകളും കൊടുത്തിട്ടൊക്കെയാണ് ചികിത്സിച്ച് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ദിവസമാണ് ഇത് കേട്ടോ ചികിത്സേൻ്റെ. ഇതാ പുള്ളിക്കൂട്ടൻ വന്നോക്കുണ്ട്, ഇടയ്ക്കൊക്കെ പുള്ളിക്കൂട്ടൻ ഒന്ന് ക്രോസ് ചെയ്യാൻ നമ്മൾ കൊടുക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ മുട്ട ഇടുന്ന അതിനെക്കൊണ്ട് നമ്മൾ വെറുതെ വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ പുള്ളിക്കൂട്ടൻ വന്ന് കയറിക്കോളും. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്തത് കേട്ടോ. ഒസോമിൻ എന്ന് പറഞ്ഞ കാൽഷ്യത്തിൻ്റെ മരുന്ന്, ഇതൊരു ഫില്ലർ വെച്ചിട്ട് ഒരു ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബി കോംപ്ലക്സിൻ്റെ ഒരു മരുന്നുണ്ട് കേട്ടോ, ഇത് വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ മരുന്നൊന്നും പിന്നെ കൊടുത്തില്ല, ആൻറ്റിബയോട്ടിക് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ. ആൻറ്റിബയോട്ടിക് 7 ദിവസം കൊടുത്ത്. അങ്ങനെ ഇന്നിപ്പോൾ ലാസ്റ്റ് ദിവസമാണ്, 7 ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ഒന്ന് വിട്ട് വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ ഞാൻ. അങ്ങനെ പുറത്തേക്ക് ഇറക്കാൻ വിട്ടപ്പോൾ കോഴി ഇറങ്ങാൻ കൂട്ടക്കണന്നല്ല. എന്താ വെച്ചാൽ പൂവന്മാർ ഫുള്ള് വട്ടളഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പേടിച്ചിട്ടാണ് തോന്നുന്നു ഇറങ്ങാത്തത്. ഏകദേശം ആൾക്ക് ഓക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ രാവിലെ ഫുള്ള് കിടപ്പുണ്ടാവുക. ഇന്ന് രാവിലെയൊക്കെ ശേഷം നിൽക്കുന്നുണ്ട്. പുറത്ത് വിടാൻ നോക്കിയപ്പോൾ ഭയങ്കര പേടിച്ചിട്ടാട്ടോ ഇറങ്ങാത്തത്. അപ്പോൾ അതെങ്ങനെ പോയണ്ടാവും, വിട്ടപ്പോൾ തന്നെ 3 ആളും കൂടിയാണ് വരുന്നത്, 3 പൂവന്മാരും കൂടിയാണ് ഒരുമിച്ച് വരുന്നത്. പിന്നെ എങ്ങനെയാണ് കോഴിക്ക് ഇറങ്ങാൻ തോന്നുക. അപ്പോൾ ശരിക്കും ഈ പെടക്കോയ്ക്കൊക്കെ വയ്യാതായിട്ടുണ്ടെങ്കിൽ നല്ലോണം മാറാതെ നമ്മൾ ഒരിക്കലും വിടരുത് കേട്ടോ. അല്ലെങ്കിൽ പൂവന്മാരും കൂടി വന്ന് ക്രോസാക്കിയിട്ടുണ്ടെങ്കിൽ ആകെ വയ്യാതെ. അപ്പോൾ പേടിച്ചിട്ട് ഒളിച്ചിക്കുക, കൊലച്ചിലിൻ്റെ അടിയിൽ ഇത് ഒളിച്ചിരിക്കുന്നുണ്ട്, വാല് മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ പാവം.
അപ്പോൾ ഞാൻ പിന്നെയും പിടിച്ചിട്ട് പിന്നെ മറ്റേ കൂട്ടിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ആൾ ഏകദേശം ഓക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിൽക്കുന്നൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട്, തീറ്റ എടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ പുറത്ത് വിടാനായിട്ടില്ല. പുറത്ത് വിട്ടാൽ ഇതാണ് അല്ലേ, പൂവന്മാരൊക്കെ കൂടി 3 കൂടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വയ്യായിക മാറി വയ്യായികം കൂടി ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഏകദേശം ഒരാഴ്ചയും കൂടി ഇങ്ങനെ ഈ ഒരു പെട്ടിയിൽ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പകൽ വേറൊരു മരക്കൂട്ടിലേക്ക് ആക്കിയിട്ട് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കോഴിക്ക് വയ്യാതായിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെറ്റിനറി ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ അസുഖം ശരിക്കും എന്താ അസുഖം എന്ന് അറിഞ്ഞതിൻ്റെ ശേഷം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ചിലപ്പോൾ മാറിക്കിട്ടും, ചിലപ്പോൾ മാറിക്കിട്ടില്ല. ഏതായാലും നമ്മളെ ഈ ഒരു കോഴിക്ക് മാറിക്കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ.